ഹലോ ഗൈസ്, എല്ലാവർക്കും ടെക് ഫോർ അവർ മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇന്ന് പഠിച്ചു തുടങ്ങാൻ പോകുന്നത് നമ്മൾ അറൈസിനെ കുറിച്ചാണ്. സി പ്രോഗ്രാമിനകത്തെ അറൈസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഫോർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം തീർന്നിട്ട് അടുത്ത് പഠിക്കാനുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം. അതിന്റെ അറൈസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ ഇന്നിപ്പോ ഈ ക്ലാസ്സിൽ പറയുന്നത്. വിശദമായിട്ടുള്ള പ്രോഗ്രാം ഒന്നും പോകുന്നില്ല. ഇൻട്രൊഡക്ഷൻ, അറൈസിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് അറൈസ് എന്ന്, എങ്ങനെയാണ് അറൈസ് എഴുതുന്നതെന്ന് എല്ലാം നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം പറയുന്നതെന്ന് വെച്ചാൽ അറേ എന്ന് പറയുന്ന ഒരു ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതായിരുന്നു. ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്സ് എന്താണെന്ന് ഡേറ്റ ടൈപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്തുള്ളതാണ് ഡിറൈവ്ഡ്, അതിനകത്തുള്ള ഒരു ടൈപ്പാണ് ഡിറൈവ്ഡ് ഡേറ്റ ടൈപ്പ്. അപ്പൊ അതെന്താണെന്ന് അറിയത്തില്ലെങ്കിൽ ഞാൻ അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് പോയി കണ്ടിട്ട് ഈ വീഡിയോയിലേക്ക് വാ. അപ്പൊ നമുക്ക് നോക്കാം. എന്നാൽ രണ്ടാമത് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഫിക്സ്ഡ് സൈസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അറേക്ക് ഒരു ഫിക്സ്ഡ് സൈസ് ഉണ്ടായിരിക്കും. നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുന്ന സൈസ് ആയിരിക്കും അതിന്റെ സൈസ്. അതേപോലെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് സിമിലർ ഡേറ്റ ടൈപ്സ്. നമ്മൾ സിമിലർ ആയിട്ടുള്ള കുറച്ച് ഡേറ്റ ടൈപ്സിന്റെ ഒരു കളക്ഷൻ ആണ് അറേ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡിക്ലറേഷൻ അതൊക്കെ എഴുതുന്നത് എങ്ങനെയാണെന്നൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. തൽക്കാലം ബേസിക് ആയിട്ടുള്ള പോയിന്റ് ആണ് ഞാൻ ഇപ്പം പറയുന്നത്. ഇനി അടുത്ത പറയുന്നതെന്ന് പറഞ്ഞാൽ വൺ ഡയമെൻഷണൽ അറേ ആണ്. അറേ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട് നമുക്ക് പഠിക്കാനുണ്ട്. വൺ ഡയമെൻഷണൽ അറേയും ടു ഡയമെൻഷണൽ അറേയും. ആ രണ്ട് ടൈപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനകത്ത് ഇപ്പൊ വൺ ഡയമെൻഷണൽ അറേയാണ് നമുക്ക് ആദ്യം നോക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ അറേ ഡിക്ലറേഷൻ സിന്റാക്സ് ആണ്. അറേ എങ്ങനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം അതിന്റെ ഒരു സിന്റാക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു ആദ്യം ചെയ്യുന്നത്? ആദ്യം വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ ഡേറ്റ ടൈപ്പ് കൊടുക്കും, വേരിയബിൾ നെയിമും കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇതിനകത്ത് അറേയിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതിന്റെ സൈസും കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഡേറ്റ ടൈപ്പ്, പിന്നെ വേരിയബിൾ നെയിം, കൂടാതെ അതിന്റെ സൈസും കൂടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് അറേ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ ഇന്റിജർ ടൈപ്പിലുള്ള ഒരു മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറേ ഡിക്ലെയർ ചെയ്തു. അതിന്റെ സൈസ് 10. ഇതാണ് നമ്മൾ ഇന്റ് മാർക്ക് 10 എന്ന് പറഞ്ഞ് കൊടുത്താൽ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്റിജർ ടൈപ്പിലുള്ള ഒരു അറേ ഡിക്ലെയർ ചെയ്തു. അതിന്റെ പേരെന്ന് പറഞ്ഞാൽ മാർക്ക് എന്നാണ് അതിന്റെ പേര്. അതിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ 10 ആണ്. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി ഈ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പറയുന്നത് പറഞ്ഞാൽ ദ ഇൻഡെക്സ് വേരീസ് ഫ്രം 0 ടു സൈസ് ഓഫ് ദ അറേ. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഈ അറേയുടെ ഇൻഡെക്സ് 0 ടു സൈസ് ഓഫ് ദ അറേ. നമ്മളിപ്പം കൊടുത്തേക്കുന്നതിനകത്ത് അറേയുടെ സൈസ് എന്ന് പറഞ്ഞാൽ 10 എന്ന് പറയുന്ന സൈസ് ആണ്. ആ 10 സൈസിലേക്ക് ഇൻഡെക്സ് 0 തൊട്ട് 10 എന്ന് പറയുന്ന സൈസ് വരെ അതിന്റെ ഇൻഡെക്സ് ആണ്. അപ്പൊ നമ്മൾ ഈ പറയുന്നതിനെ നോക്കിയാണ് ഞാൻ എന്റെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. അതായത് 0, 1, 2, 0 ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേപോലെ 0 ടു സൈസ് ഓഫ് ദ അറേ. അറേയുടെ സൈസ് എത്രയാണ്? 10 ആണ്. അപ്പൊ 0 ടു 9 വരും. 0 ടു 9 വരുമ്പോഴത്തേക്ക് ടോട്ടൽ എത്ര എലമെന്റ് കാണും? 10 എലമെന്റ് കാണും. അങ്ങനെയാണ് കൂട്ടുന്നത്. 0 ടു 10 അല്ല വരുന്നത്, 0 ടു 9 ആണ് വരുന്നത്. 0 ടു 9 വരുമ്പോഴത്തേക്ക് എത്ര എലമെന്റ് വരും? 10 എലമെന്റ് വരും. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഡിക്ലെയർ ചെയ്ത മാർക്ക് ഓഫ് 10 എന്ന് പറയുന്ന ആ മാർക്ക് എന്ന് പറയുന്ന അറേ വരുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മാർക്ക് ഓഫ് 0 തൊട്ട് അതേപോലെ മാർക്ക് ഓഫ് 1 അടുത്തത് വരും. അതേപോലെ മാർക്ക് ഓഫ് 2 അങ്ങനെ പോയി മാർക്ക് ഓഫ് 9 വരെ വരും. ഇങ്ങനെയാണ് അറേയുടെ സിന്റാക്സ് വരുന്നത്. അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമ്മളൊരു അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു അറേ ഇനിഷ്യലൈസ് ചെയ്യണം. ഇനിഷ്യലൈസ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? അറേയിലേക്ക് നമുക്ക് വാല്യൂ കൊടുക്കണം. അതിനാണ് അറേ ഇനിഷ്യലൈസ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതും വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുന്നതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇനി അറേ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് എന്താ ചെയ്യേണ്ടുള്ളത്? അറേ നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യണം. ഇനിഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അറേ നമുക്ക് രണ്ട് ടൈപ്പിൽ നമുക്ക് അറേനെ ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെയാണ്? ഒന്ന് കമ്പൈൽ ടൈം ഇനിഷ്യലൈസേഷനും ഉണ്ട്, രണ്ടാമത്തെ റൺ ടൈം ഇനിഷ്യലൈസേഷനും ഉണ്ട്. ഇതിനകത്ത് റൺ ടൈം ഇനിഷ്യലൈസേഷനെ കുറിച്ച് നമുക്ക് കൂടുതൽ പ്രോഗ്രാം ചെയ്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതിനൊരു എക്സാമ്പിൾ വെച്ച് അതിനെ ഒരു സിന്റാക്സ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് റൺ ടൈം ഇനിഷ്യലൈസേഷന്റെ ഞാൻ എക്സാമ്പിൾ അല്ല, സിന്റാക്സ് ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് കമ്പൈൽ ടൈം ഇനിഷ്യലൈസേഷന്റെ ആദ്യം നോക്കാം. കമ്പൈൽ ടൈം ഇനിഷ്യലൈസേഷനകത്ത് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം ഡേറ്റ ടൈപ്പ് അറേയുടെ ഡിക്ലറേഷൻ അതേപോലെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈക്വൽ ടു ഇട്ടിട്ട് നമ്മൾ ഒരു കേർലി ബ്രാക്കറ്റിനകത്ത് അതിന്റെ വാല്യൂസ് ഒരു കോമയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എങ്ങനെയാണ് വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്യുന്നത്? എങ്ങനെയായിരുന്നു? അതിന്റെ ആദ്യം നമ്മൾ ഇന്റ് എ ഇസിക്കൽ ടു 10 എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് അതിന്റെ വേരിയബിൾ ഇനിഷ്യലൈസേഷൻ ആണ്. ഇന്റ് എ എന്ന് കൊടുത്താൽ അതിന്റെ ഡിക്ലറേഷൻ, ഇന്റ് എ ഇസിക്കൽ ടു 10 എന്ന് പറഞ്ഞാൽ അതിന്റെ ഇനിഷ്യലൈസേഷൻ. അതേപോലെ തന്നെയാണ് നമ്മൾ ഇതിനകത്തും ചെയ്യുന്നത്. നമ്മൾ വാല്യൂസും കൂടെ അറേയുടെ എലമെന്റ്സും കൂടെ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. കമ്പൈൽ ടൈം ഇനിഷ്യലൈസേഷനകത്ത് നമ്മൾ അറേയുടെ ആ എലമെന്റ്സിന്റെ വാല്യൂ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ റൺ ടൈമിനകത്ത് നമ്മൾ ആദ്യം അങ്ങനെ പറഞ്ഞു കൊടുക്കത്തില്ല. ആദ്യം നമ്മൾ അറേ ഡിക്ലെയർ ചെയ്ത് മാത്രമേ വെക്കത്തുള്ളൂ. അത് റൺ ടൈം ഇനിഷ്യലൈസേഷൻ പറയുന്നതെന്ന് വെച്ചാൽ ആൻ അറേ ക്യാൻ ആൾസോ ബി ഇനിഷ്യലൈസ്ഡ് അറ്റ് റൺ ടൈം. നമ്മൾ റൺ ടൈമിൽ തന്നെ നമുക്ക് അറേ ഇനിഷ്യലൈസ് ചെയ്യാന്നാണ് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? വലിയ അറേസിനെ
ഇനിഷ്യലൈസ് ചെയ്തതെന്ന് വെച്ചാൽ വലിയ വലിയ സൈസ് ഉള്ള നമുക്കിപ്പം ഈ മേലത്തെ കേസിനകത്ത് നമ്മൾ ചെറിയ ചെറിയ അറേസ് നമുക്ക് പറ്റുള്ളൂ. ഒരു 50 എലമെന്റ് ഉള്ള അറേ നമ്മൾ കോമയിട്ട് 50 എലമെന്റ് ഒക്കെ അടിച്ച് എഴുതുന്നത് മെനക്കെട്ട പരിപാടിയാണ്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ റൺ ടൈം ഇനിഷ്യലൈസേഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ റൺ ടൈം ഇനിഷ്യലൈസേഷന്റെ എങ്ങനെയാണ് നമുക്കൊരു പ്രോഗ്രാം വെച്ച് നോക്കാം. പക്ഷേ ആ പ്രോഗ്രാം ഈ ക്ലാസ്സിൽ പഠിക്കുന്നില്ല. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇത്രയും മതി. നമുക്ക് ആ പ്രോഗ്രാമും മറ്റു കാര്യങ്ങളും കൂടെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. പിന്നെ കൂടുതൽ വീഡിയോയ്ക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിന്റെ വീഡിയോസ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് കൂട്ടുക. അപ്പം ഇത് പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരിലേക്കും ഈ വീഡിയോസ് എത്തുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. ഇന്നത്തേക്ക് ഇത്രയും മതി. ഓക്കെ, ബൈ.